السلام عليكم ورحمة الله وبركاته. الحمد لله الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രാർത്ഥനകളിൽപ്പെട്ടതായിരുന്നു, അല്ലാഹുമ്മ അസ്ലിഹ് ലി ദീനി അല്ലദീ ഹുവ ഇസ്മതു അംരി. അള്ളാഹുവെ, എൻ്റെ കാര്യത്തിൽ, എൻ്റെ സംരക്ഷണമായ ദീനിൽ നീ എനിക്ക് നന്മയുണ്ടാക്കി തരണമേ. അതേപോലെ വ അസ്ലിഹ് ലി ദുനിയായ അല്ലതി ഫീഹ മആഷി. എൻ്റെ ജീവിതം നിലകൊള്ളുന്ന ഈ ദുനിയാവ് നീ എനിക്ക് നന്നാക്കി തരണമേ. വ അസ്ലിഹ് ലി ആഖിറതി അല്ലതി ഫീഹ മആദി. എൻ്റെ മടക്കമായിത്തീരുന്ന ആഖിറത്തിൽ നീ എനിക്ക് നല്ലതുണ്ടാക്കി തരണമേ. വജഅലിൽ ഹയാത സിയാദതൻ ലി ഫീ കുല്ലി ഖൈറിൻ. എൻ്റെ ദുനിയാവിലെ ജീവിതം എല്ലാ സമയത്തും എനിക്ക് നന്മയിൽ വർധന ഉണ്ടാക്കുന്നതാക്കി മാറ്റിത്തരണമേ. വജഅലിൽ മൗത റാഹത്തൻ ലി മിൻ കുല്ലി ശർറിൻ. എല്ലാ തിന്മകളിൽ നിന്നും റാഹത്താകുന്ന ഒരു മരണമാക്കി എൻ്റെ മരണത്തെ നീ മാറ്റിത്തരണമേ. ഈ പ്രാർത്ഥനയിൽ എല്ലാ ജീവിതത്തിൻ്റെ ഘട്ടങ്ങളെയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടുത്തിയതായിട്ടും ആ ഓരോ ഘട്ടത്തിലെയും നന്മയെ ചോദിക്കുകയും അതിലുള്ള തിന്മയെയും പ്രയാസത്തെയും തൊട്ട് രക്ഷ തേടുകയും ചെയ്തിട്ടുണ്ട്. ദീനിൻ്റെ വിഷയത്തിൽ പ്രവാചകൻ പറഞ്ഞത്, ആ ദീനാണ് എൻ്റെ സംരക്ഷണമായി നിലകൊള്ളുന്നത്. അതുകൊണ്ട് ആ ദീനിനെ മുറപ്രകാരം ഉൾക്കൊള്ളുവാനും അതിനെ പ്രാവർത്തികമാക്കുവാനും അള്ളാഹുവെ നീ വിധി നൽകണമെന്നുള്ള പ്രാർത്ഥനയാണ്. ദുനിയാവിൻ്റെ വിഷയത്തിൽ ഓരോരുത്തരുടെയും ജീവിതവും അവരുടെ സമ്പാദനവും എല്ലാം ഉൾക്കൊള്ളുന്നത് ഈ ദുനിയാവിലാണ്. അതിൽ ഹലാലായത് സമ്പാദിക്കുവാനും ഹലാലായ രീതിയിൽ അതിനെ ചിലവഴിക്കുവാനുമുള്ള തൗഫീഖാണ് പ്രവാചകൻ ചോദിച്ചത്. ആഖിറത്തിന്റെ വിഷയത്തിൽ ഈ ദുനിയാവിൽ നിന്ന് മടങ്ങിച്ചെല്ലുമ്പോൾ അവിടെ ഉള്ള അവസ്ഥകൾ നല്ലതായി തീരുവാനുള്ള തൗഫീഖിനെ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ദുനിയാവിൽ ദീർഘകാലം ജീവിക്കുക എന്നതിൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. എന്നാൽ ആ ദുനിയാവിൽ ജീവിക്കുന്ന കാലത്തോളം പരലോകത്തേക്കുള്ള നന്മകൾ സമ്പാദിക്കുവാൻ ഒരാൾക്ക് സാധിക്കുകയാണെങ്കിൽ അതാണ് അയാൾക്ക് ഫലപ്രദമായിട്ടുള്ളത്. അതിനെയാണ് പ്രവാചകൻ ഈ പ്രാർത്ഥനയിൽ ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മരണപ്പെടുമ്പോൾ ഏതൊരാൾക്കും അനുഭവിക്കേണ്ടി വരുന്ന പ്രയാസങ്ങളുണ്ട്. അതിൽ നിന്നും അതുപോലെ തന്നെ ഒരു തിന്മയായ വ്യക്തിയായി മരിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങൾ എത്രത്തോളമാണോ അതിൽ നിന്ന് രക്ഷപ്പെട്ടുകൊണ്ട് ഈമാനികമായ നല്ല മരണം വരിക്കുവാനുമുള്ള തൗഫീഖിനെയാണ് പ്രവാചകൻ ചോദിച്ചത്. ഈ റമളാനിൻ്റെ രാപ്പകലുകളിൽ ഇത്തരത്തിലുള്ള ആശയനിർഭരമായ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനകളിൽ നമ്മളിൽ നിന്ന് ഉയർന്നു വരാൻ പ്രവാചക പ്രാർത്ഥനകളിലേക്ക് നമ്മളൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. അതിനുള്ള സമയം നാം ഓരോരുത്തരും കണ്ടെത്തുകയും ആ പ്രാർത്ഥനകൾ പഠിക്കുകയും അത് ജീവിതത്തിൽ ശീലമാക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.